ഇത് സൂപ്പറാ. കൂട്ടുകറികൾ നമ്മൾ എപ്പോഴും പച്ചക്കറികൾ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കാറ്. പക്ഷേ ഇന്ന് ഞാനൊരു ഫ്രൂട്ട് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഫ്രൂട്ട് ഏതാണെന്ന് അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതിനുവേണ്ടി പാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് ഹാഫ് സവോള, ഒരു തക്കാളി, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫ്രൂട്ട് വേറൊന്നുമല്ല, വാട്ടർമെലൺ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി പാർട്ട് കളയാറാണല്ലേ പതിവ്. അപ്പോൾ ആ പാർട്ട് ഉപയോഗിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഈ കൂട്ടുകറി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ക്യൂബായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തോല് മാത്രം കളഞ്ഞാണ്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിച്ച് അടപ്പിട്ട് വേവിച്ചെടുക്കാം. ഹാഫ് വെന്തതിന് ശേഷം മാത്രം നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത്. നല്ലതുപോലെ ഫുൾ വെന്ത് കിട്ടണം. അതിന് ശേഷം മാത്രം നമുക്ക് പരിപ്പ് ഓൾറെഡി ഞാൻ ചെറുപയർ പരിപ്പും ജീരകവുമാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സാധാരണ പരിപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഉപ്പ് കുറച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ, കുറച്ച് ജീരകം, ഒരല്ലി വെളുത്തുള്ളി ഇട്ട് നല്ലതുപോലെ ഫൈൻ പേസ്റ്റ് ആക്കിയത് ഇതിലേക്ക് ആഡ് ചെയ്ത് വെള്ളം ഒന്ന് വറ്റിച്ച് സ്മെല്ലൊക്കെ പോകുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു താളിപ്പൊഴിക്കണം. അതിന് വേണ്ടിയിട്ട് എണ്ണ, കടുക്, വറ്റൽമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ എണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു ഫൈനൽ ടച്ചിന് വേണ്ടിയിട്ട് താളിച്ച് കഴിഞ്ഞ ശേഷമാണ് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. കുട്ടികൾ മുതൽ വലിയവർക്ക് വരെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടുകറിയാണ്. ഞാനിപ്പോൾ ഇവിടെ റൈസിൻ്റെ കൂടെ അച്ചാറും അതേപോലെ തന്നെ പപ്പടവും കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. വളരെ ടേസ്റ്റി ആട്ടോ.